എവ്രിവൺ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ വാൾമാർട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു വെറൈറ്റി സ്റ്റോർ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ സാംസ് ക്ലബ്. വാൾമാർട്ട് പോലത്തെ സൂപ്പർ മാർക്കറ്റും ഡോളർ ട്രീ പോലത്തെ ഡിസ്കൗണ്ട് സ്റ്റോഴ്സൊക്കെ നമ്മുടെ നാട്ടിലും പൊതുവേ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ടൈപ്പ് സ്റ്റോഴ്സ് പൊതുവേ കണ്ടിട്ടില്ല. ബാംഗ്ലൂരും ചെന്നൈയിലും ഇങ്ങനത്തെ സ്റ്റോഴ്സ് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഡിസ്കൗണ്ട് വിലയിൽ ബൾക്കായിട്ട് സാധനങ്ങൾ കിട്ടുക എന്നുള്ളതാണ് സാംസ് ക്ലബിൻ്റെ ഒരു പ്രത്യേകത. വലിയൊരു ഗോഡൗൺ പോലത്തെ ഒരു സ്റ്റോറാണിത്. ഇതേപോലെയുള്ളൊരു സ്റ്റോറാണ് കോസ്കോ. USA ആകെ 600ഓളം ബ്രാഞ്ചസ് ഈ സാംസ് ക്ലബിനുണ്ട്. പിന്നെ സാംസ് ക്ലബ്ബ് വാൾമാർട്ടിൻ്റെ തന്നെ ഓണർഷിപ്പിലുള്ളതാണ്. ഈ വാൾമാർട്ടിനാണെങ്കിൽ ഗ്ലോബലി തന്നെ 10,000-ലധികം ഔട്ട്ലെറ്റുകളുണ്ട്. പിന്നെ ഇവിടുത്തെ മെമ്പർഷിപ്പ് കാർഡ് വേണം ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ. അത്യാവശ്യം ഹോൾസെയിൽ റേറ്റിൽ നല്ല ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഒരു വലുപ്പം, ഈ സ്റ്റോറിനൊക്കെ ഒരു വലുപ്പം തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഓരോ സീസണിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ലൈക്ക് ക്രിസ്മസ് ട്രീ, പിന്നെ ഫ്രണ്ട് യാർഡിൽ വെക്കുന്ന ലൈറ്റ്സ്, അങ്ങനെയെല്ലാം എല്ലാം വലിയ സൈസ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം ജ്വല്ലറി ഐറ്റംസും നല്ല പൈസയുടെ ബ്രാൻഡിൻ്റെ വാച്ചസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പണ്ട് കാലത്തൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്ന ടൈപ്പ് ടേപ്പ് റെക്കോർഡറാണിത്. ഇവിടുത്തെ കാർട്ട് തന്നെ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഡബിൾ സൈസ് ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ പ്രിൻ്റർ അങ്ങനത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പെട്ടിയെടുത്ത് അങ്ങനത്തെ കാർട്ടിൽ വെച്ചിട്ട് ചെക്കൗട്ട് ചെയ്യാം. സാധാരണ ഷോപ്പിലെ പോലെ സെയിൽസ്മാനെ വിളിച്ച് അത് ഇത് അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ എടുത്ത് സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. നമ്മൾ ആ പെട്ടിനെ മുകളിൽ വായിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ. അങ്ങനെ വലിയ വലിയ ഹെവി ഐറ്റംസിനൊക്കെ അങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല വേറെ സ്റ്റോറിലൊന്നും. ഇത് ഒരു വെറൈറ്റി സംഭവം തന്നെ ഇവിടുത്തെ. ഒരു വീട് സെറ്റ് ചെയ്യാൻ വേണ്ട എല്ലാവിധ സാധനങ്ങളും, ഇലക്ട്രോണിക്സും ഫേർണിച്ചറും എല്ലാം നമുക്കിവിടെ കിട്ടും. ഡ്രോണിൻ്റെ ഒരു ബോഷാണത്. അത് ഐറ്റം എടുത്ത് പുറത്ത് വെച്ചിട്ടില്ല അവർ. US അത്യാവശ്യം മോഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെമ്മറി ഫോം മാട്രസുകളാണ് ഈ ചെറിയ ചെറിയ പെട്ടികളിലായിട്ട് കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പെട്ടിയെടുത്ത് ജസ്റ്റ് കാർട്ടിൽ വെക്കുക, ചെക്കൗട്ട് ചെയ്യുക. കൂടുതൽ വർത്താനവും കാര്യങ്ങളൊന്നുമില്ല. ഒരു വലിയ കിങ് ബെഡാണ് ഈ ചെറിയൊരു പെട്ടിക്കുള്ളിൽ അവർ ഉൾക്കൊള്ളിച്ച് വെച്ചിരിക്കുന്നത്. വലിയ ഫങ്ഷൻസിനൊക്കെ ആവശ്യമായ ടേബിൾസ്, റൗണ്ട്, സ്ട്രെയിറ്റ് ടൈപ്പ്, പിന്നെ ഇതാ വലിയ സോഫ, അങ്ങനെ എല്ലാ വലിയ വലിയ ഐറ്റംസും ഇവിടെ കിട്ടും.
പിന്നെ ബെഡ്ഷീറ്റ് സെറ്റ്, കംഫർട്ടറുകൾ, പില്ലോസ്, അങ്ങനെയുള്ളതിൻ്റെ ഒരു വലിയ സെക്ഷനാണിത്. ഷോപ്പിങ്ങിനൊരു ഡെമോ ഇത്. ഒന്നുമില്ല, സാധനം നോക്കുന്നു, ഓക്കെ കൊള്ളാം, അങ്ങനെ അതിൻ്റെ വില നോക്കുന്നു, താഴത്തെ പെട്ടിയെടുക്കുന്നു, കാട്ടിൽ വെക്കുന്നു. എന്നിട്ട് ഡെമോ കഴിഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടേ വെക്കുന്നു. അത്രേ ഉള്ളൂ. സ്റ്റോറേജ് കണ്ടെയ്നറുകളൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് ഇവിടെ കിട്ടും. ഗ്ലാസ് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഒക്കെ. തന്നെത്താനെ നിലം ക്ലീൻ ചെയ്യുന്ന റോബോട്ട് വാക്വം ക്ലീനറാണിത്. പല സൈസ് ഫ്രീസറും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഈ സ്റ്റോറിൻ്റെ ഒരു വലിപ്പവും വിശാലതയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഈ ഡ്രിങ്കുകളൊക്കെ ഇങ്ങനെ ഒരു സെറ്റായിട്ട് ഈ ഒരു പാക്കേജാണ് വാങ്ങാൻ കിട്ടുക. സിംഗിൾ ബോട്ടിൽ കിട്ടില്ല ഇവിടുന്ന്. കാർട്ടിന് നല്ല വലുപ്പമുള്ളതുകൊണ്ട് പിള്ളേരെയും ഇങ്ങനെ കൊണ്ടുപോകാൻ സുഖമാണ്, അവർക്ക് നടന്ന് മടുക്കുമ്പോൾ. നമുക്ക് റെഗുലറായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ബൾക്കായിട്ട് കിട്ടാൻ ഇതിനാണ് ഏറ്റവും ബെസ്റ്റ് ഷോപ്പ്. ലൈക്ക് പഞ്ചസാര, പിന്നെ ഡയപ്പർ, ഓയിൽസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തായാലും വാങ്ങണം, ബൾക്കായിട്ട് വാങ്ങി വെക്കാനും പറ്റും. അത്യാവശ്യം സേവിങ്സ് ഉണ്ടാവുകയും ചെയ്യും. സേവിങ്സ് ശരിക്കും ഉണ്ടാവുമെന്ന് വെച്ചാൽ അതൊരു ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ വെറുതെ വാങ്ങി വെച്ച് വേസ്റ്റ് ആവുകയും ചെയ്യും. കാരണം ഇവിടെ ചെറിയ സൈസിലെ സാധനങ്ങൾ കിട്ടിയില്ല. അപ്പോൾ സ്നാക്സ് ഒക്കെ ഒരുപാട് എമൗണ്ട് വെച്ചിട്ട് ഒരു കൊല്ലത്തേക്കുള്ള സ്നാക്സ് ചിലപ്പോൾ ഉണ്ടാവില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ ജാമിൻ്റെ ഒക്കെ ബോട്ടിൽ 2 എണ്ണമായിട്ടാണ് കിട്ടുന്നത്. വലിയ ബോട്ടിൽ 2 എണ്ണം.
ഓയിൽസിൻ്റെ സെക്ഷനാണിത്. എല്ലാ ടൈപ്പ് ഓയിൽസും ഇവിടെ വാങ്ങാൻ കിട്ടും, ബൾക്കായിട്ടാണെന്ന് മാത്രം. നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയാണിത്. ഈ വെളിച്ചെണ്ണ ഇത്രയും വിലക്കുറവിൽ ഇവിടെയേ വാങ്ങാൻ കിട്ടുള്ളൂ. കാൻഡ് ഫിഷ് ഐറ്റംസും പിന്നെ സോസസിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണിത്. മയോണൈസ് ഒക്കെ കണ്ടില്ലേ, ഇത്ര വലിയ ജാറാണ് വാങ്ങാൻ കിട്ടുക. ചെറിയ സ്ക്വീസ് ബോട്ടിൽസ് ആണെങ്കിലും ഇതേപോലെ 2-3 എണ്ണത്തിൻ്റെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടേ വാങ്ങാൻ കിട്ടുള്ളൂ. പല ക്വാണ്ടിറ്റിയിലുള്ള ഷുഗറൊക്കെയാണ് ഈ കാണുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ്. ഇതും ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ വാങ്ങാൻ കിട്ടുള്ളൂ. പിന്നെ ഇത് ഒരു സെപ്പറേറ്റ് റൂമാണ്, കുറച്ചധികം തണുപ്പ് കൂടിയ ഒരു ഫ്രിഡ്ജ് സെറ്റപ്പിലുള്ള ഒരു റൂമാണിത്. ഇങ്ങനത്തെ ബെറീസും ചില സ്പെസിഫിക് വെജിറ്റബിൾസും ഒക്കെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റൂം. ഇവിടുത്തെ സീ ഫുഡിൻ്റെ സെക്ഷനാണിത്.
ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് മീറ്റ് ഒന്നും കൂടാതെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ളതും റെഡി ടു ഈറ്റ് ആയിട്ടുള്ളതും എല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും. ബ്രാൻഡഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, ലോഷൻസ്, ഷാംപൂ, കണ്ടീഷണർ അങ്ങനത്തെ ഒക്കെ വാങ്ങാൻ ഒരു റീസണബിൾ റേറ്റിൽ വാങ്ങാൻ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ സാംസ് ക്ലബ്ബ്, കോസ്കോ ഒക്കെ തന്നെയാണ്. മിക്സഡ് നട്ട്സ്, ചോക്ലേറ്റ് കവേർഡ് നട്ട്സ്, അങ്ങനെ നട്ട്സിൻ്റെയും പ്രെറ്റ്സൽസിൻ്റെയും പിന്നെ പിസ്ത, കാഷ്യൂ അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ നല്ല വിശാലമായ ശേഖരം ഇവിടെ ഉണ്ടാവും. ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ വലിയ വെറൈറ്റി പാക്സ് ഇവിടെ വാങ്ങാൻ കിട്ടും. ഷെയർ ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയേ വാങ്ങാവുള്ളൂ, ഇല്ലെങ്കിൽ പണി കിട്ടും. അവനിപ്പോൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ്.
വീടിൻ്റെ ബാക്ക് യാർഡിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ ഇങ്ങനെ കളിക്കുന്ന ഊഞ്ഞാലും കാര്യങ്ങളൊക്കെയുള്ള സെറ്റും, പിന്നെ ചെറിയ സ്റ്റോറേജിനുള്ള സെറ്റപ്പും കാര്യങ്ങളും, ഇങ്ങനെ സീസണലി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഡിസ്പ്ലേക്ക് വെക്കും. കുട്ടികൾക്കുള്ള ടോയ് സ്കൂട്ടർ, പിന്നെ ഇലക്ട്രിക് ബൈക്ക്, അങ്ങനെ എല്ലാം ഇവിടെ കാണാൻ പറ്റും. ചെറുപ്പത്തിൽ എല്ലാ പെൺകുട്ടികളുടെയും ഡ്രീം ആയിരിക്കും ഇങ്ങനത്തെ ടോയ്സൊക്കെ. ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ്, വീടിൻ്റെ മോഡലൊക്കെ. നമുക്ക് തന്നെ ഈസി ആയിട്ട് സെൽഫ് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും ഇവിടുത്തെ കാർഡ് സ്കാൻ ചെയ്തതിന് ശേഷം. അല്ലെങ്കിൽ നോർമൽ ചെക്കിംഗ് ഔട്ട് കൗണ്ടേഴ്സും ഉണ്ട് വേറെ. അങ്ങനെ ഇതൊക്കെയാണ് അമേരിക്കയിലെ ഷോപ്പിംഗ് രീതികളൊക്കെ. നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.